നമസ്കാരം. PK അസ്ട്രോ ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ പ്രസന്നകുമാർ. ഇന്നെൻ്റെ ഈ ചെറിയ വീഡിയോയിൽ മഹംപൂരം ഉത്രം കാലടങ്ങുന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ ഓഗസ്റ്റ് മാസത്തിൽ 10-ാം തീയതി മുതൽ 16-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങൾ ഒന്ന് വിചിന്തനം ചെയ്യുകയാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഫലം പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹനില എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇവിടെ ജന്മത്തിൽ കേതുവും 2-ൽ ചൊവ്വയും 7-ൽ രാഹുവും 8-ൽ ശനിയും 11-ൽ ശുക്രനും വ്യാഴവും 12-ൽ രവിയും ബുധനും ആണ് നിൽക്കുന്നത്. ഇതാണ് ഇപ്പോഴത്തെ ഗ്രഹനില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 11-ൽ നിൽക്കുന്ന വ്യാഴവും ശുക്രനും അതോടൊപ്പം തന്നെ 12-ൽ നിൽക്കുന്ന ബുധനും അനുകൂല ഭാവത്തിലാണ് നിൽക്കുന്നത്. 11-ൽ നിൽക്കുന്ന വ്യാഴവും ശുക്രനും യോഗം ചെയ്തു നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ചിങ്ങക്കൂറുകാർക്ക് ധനധാന്യ സമൃദ്ധിയും ധന ആഗമനവും ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം 11 എന്ന് പറയുന്നത് ഇവിടെ ലാഭസ്ഥാനത്താണ് ശുക്രനും ഗുരുവുമായിട്ടുള്ള 2 ശുഭഗ്രഹങ്ങൾ നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ധനസമ്പത്ത്, ധന ആഗമനം, അപ്രതീക്ഷിതമായ ധനവരവ്, ധനധാന്യ സമൃദ്ധികൾ, അതുപോലെ തന്നെ ഐശ്വര്യം, അതുപോലെ തന്നെ മനസ്സന്തോഷം, കുടുംബത്തിലെ സന്തോഷങ്ങൾ ഇവയൊക്കെ കാണുന്നുണ്ട്. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ൽ രാഹുവും 8-ലെ ശനിയും ഇവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, 8-ൽ ഏതൊരു ഗ്രഹം നിന്നാലും ശരി, അത് ശുഭഗ്രഹമായാലും ശരി പാപഗ്രഹമായാലും ശരി, എന്നാൽ ഏത് ഗ്രഹം നിന്നാലും നമുക്ക് നല്ല ഗുണങ്ങൾ പ്രദാനം ചെയ്യില്ല. അപ്പോൾ 7-ലെ രാഹു എന്ന് പറയുമ്പോൾ 8-ലെ ശനി എന്ന് പറയുമ്പോൾ ഇത് രണ്ടും നമുക്ക് ജീവിതത്തിൽ ഒരല്പ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ഗ്രഹങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുടുംബജീവിതത്തിൽ അല്പ ബുദ്ധിമുട്ടുകൾ, അതുപോലെ തന്നെ ചെറിയ രോഗത്തിൻ്റെ ചില ലക്ഷണങ്ങൾ, ചില അസ്വസ്ഥതകൾ, മാനസിക സംഘർഷങ്ങൾ, അതുപോലെ തൊഴിലിടങ്ങളിൽ ചില പ്രതിസന്ധികളും പ്രശ്നങ്ങളും, മേലധികാരിയിൽ നിന്നുള്ള ചില ബുദ്ധിമുട്ടുകളും, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകുന്ന ചില സാഹചര്യങ്ങൾ വന്നുപെടാനുള്ള സാധ്യതയുണ്ട്. മാത്രവുമല്ല, ഈ 8-ലെ ശനി എന്ന് പറയുമ്പോൾ കടുത്ത വിമർശനങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും. പലപ്പോഴും കടുത്ത പ്രതിസന്ധികളും കടുത്ത വിമർശനങ്ങളും നേരിടേണ്ടി വരും. നമ്മുടേതല്ലാത്ത കാര്യം കൊണ്ട് തന്നെ, നമ്മൾ അറിയാത്ത കാര്യങ്ങൾ കൊണ്ട് തന്നെ പല പ്രശ്നങ്ങളും പൊന്തിവരികയും അതോടൊപ്പം അതിന്മേൽ വലിയ വിമർശനങ്ങൾ ഉണ്ടായി നമ്മളെ മാനസികമായി ചില സംഘർഷങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വരുന്നത് കൊണ്ട് ഏതെങ്കിലും തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന സമയത്ത് വളരെ വേഗം ഒരു തീരുമാനമെടുത്ത് അതിനനുസൃതമായി പ്രവർത്തിക്കരുത് എന്ന് നമ്മൾ ഓർമ്മിക്കണം. എന്നാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ നമുക്ക് സംതൃപ്തിയുണ്ട്. പക്ഷേ മറ്റവരതിനെ നോക്കിക്കാണുന്ന അങ്ങനെയല്ല. കാരണം ഈ 8-ലെ ശനിയും അതോടൊപ്പം തന്നെ 7-ലെ രാഹുവും അങ്ങനെയാണ് നമ്മളെ എന്ത് ചെയ്യുന്നത്, നയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ ചെന്ന് പെടാതിരിക്കുക. അപവാദം ഉണ്ടാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അതിനെ മുൻകരുതലായിട്ട് കാണുക. വാഹനങ്ങൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. യാത്രയിൽ വാഹനത്തിന്റെ വേഗത ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ്. കണ്ണിന് ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഗ്രഹങ്ങളും എങ്ങനെയൊക്കെ നിന്നാലും ശരി തന്നെ 8-ലെ ശനിയും 7-ലെ രാഹുവും നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ളത് ഒരു മുൻകരുതലായി കണക്കാക്കിക്കൊണ്ടായിരിക്കണം നമ്മളെ പ്രവർത്തികളെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ശരിക്കും ഈ ആഴ്ച ഒരു കരുതൽ നമുക്ക് വേണം. പക്ഷേ എന്നാൽ നമുക്ക് ഗുണങ്ങളുമുണ്ട്. മാത്രവുമല്ല, ഈ ആഴ്ച തുടങ്ങുന്ന സമയത്ത് ചില ഗുണങ്ങളൊക്കെ നമുക്കുണ്ടാവാം. എന്നാൽ ആഴ്ചയുടെ മധ്യത്തെത്തുമ്പോഴത്തേക്ക് ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെ നമുക്കുണ്ടാവാം. അതിനുശേഷം അവസാന ദിനങ്ങളിൽ ഒരൽപ്പം നേട്ടം കാണുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ ആ രീതിയിൽ കണ്ടുകൊണ്ട് ഒരു കരുതലായിട്ട്, മുൻകരുതലായിട്ട് വരും വരായികളെ നമ്മളൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ സാവധാനം കാര്യങ്ങൾ ചിന്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഇപ്പം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത്. ഇതാണ് അവർക്ക് ഈ ആഴ്ചയിൽ വന്നു ഭവിക്കാനുള്ള സാധ്യതകൾ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം.